നല്ല ഇസ്സത്തോടുകൂടെ, നല്ല അന്തസ്സോടെ, നല്ല അഭിമാനത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ ഖൽബ് ലംഘി മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാൻ വെറുതെ സമയം കളയാനുള്ളതല്ല. ഓരോ സമയങ്ങളും ഓരോ സന്ദർഭങ്ങളും വളരെ വിലപ്പെട്ടതാണ്. ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലുകൾ പരിശുദ്ധമായ റമളാനിൽ ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക എന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു അമലാണ്. ഒരാൾക്ക് മറ്റു ദിക്റുകളോ മറ്റു അമലുകളിലോ ഒന്നും ഏർപ്പെടാൻ കഴിഞ്ഞില്ല. അയാള് റമളാനിൽ മുഴുവനും സമയവും ഖുർആൻ ഓതാനാണ് സമയം ചെലവഴിച്ചത് എങ്കിൽ ആ ഖുർആനിൽ ഓതാൻ വേണ്ടി അയാൾ സമയം ചെലവഴിച്ച കാരണത്താൽ അയാള് മറ്റ് അമലുകളൊന്നും അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അയാളുടെ വിഷമങ്ങൾ അല്ലാഹുവിനോട് പറയാൻ കഴിഞ്ഞില്ല. അയാൾക്ക് അല്ലാഹുവിനോട് കൂടുതൽ ദുആ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അയാളുടെ കാര്യം എന്താണ് എന്ന് അള്ളാഹുവിന് അറിയാം. ആ കാര്യം അള്ളാഹു അയാൾക്ക് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അയാൾ മുഴുവൻ സമയവും ഖുർആനിലായിരുന്നു. ഖുർആനെ ഓതിയത് കാരണത്താൽ അയാൾക്ക് ഇന്നാലിന്റെ ഒരു കാര്യം സാധിപ്പിച്ചെടുക്കാൻ ഇന്നാലിന് പ്രത്യേകമായൊരു കാര്യമുണ്ട്, അതിനൊന്നും അയാൾക്ക് സമയം കിട്ടിയില്ല. അയാൾ മുഴുവൻ സമയവും ഖുർആനിലാണ്. ഖുർആൻ ഓതുന്ന ആ ലദ്ദത്ത് കൊണ്ട് ആ ഖുർആൻ ഓതാൻ അയാൾ സമയം ചെലവഴിച്ച കാരണത്താൽ അയാൾക്ക് അള്ളാഹിനോട് കൂടുതൽ ചോദിക്കാനും പറ്റിയില്ല. അള്ളാഹുവേ, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ ഇന്നാലിന്ന വിഷയങ്ങള് എങ്കിൽ അയാൾക്ക് അള്ളാഹു അയാള് ചോദിക്കുന്നതിനേക്കാളും ചോദിച്ച് ഉത്തരം കിട്ടുന്നതിനേക്കാളും മുമ്പ് അയാളുടെ കാര്യങ്ങൾ അള്ളാഹു അയാൾക്ക് സാധിപ്പിച്ചു കൊടുക്കുമത്രേ. അപ്പൊ നമ്മൾ ഈ വിശുദ്ധ റമളാനില് നമ്മൾ ധാരാളം നന്മകളുമായി സുഹൃതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, റമളാനായിട്ട് ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എപ്പോഴാ അയാൾക്ക് ഈ ഇബാദത്ത് ചെയ്യാൻ കഴിയുക? റമളാനായിട്ട് ഒരാൾക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടുന്നില്ല, ഒരാൾക്ക് ദിക്ർ ചൊല്ലാൻ കഴിയുന്നില്ല, ഒരാൾക്ക് നന്നാവാൻ കഴിയുന്നില്ല. അയാള് അപ്പോഴും ആ പഴയ ജീവിതത്തിൽ തന്നെയാണെങ്കിൽ പിന്നെ എപ്പോഴാണ് നന്നാവുക? പിന്നെ എപ്പോഴാണ് അയാൾക്ക് അതിനുള്ള അവസരം കിട്ടുക? അല്ലാഹ് ഞാൻ പറയുന്നത് പരിശുദ്ധമായ റമളാന് വന്നിട്ട്, കാരണം ശൈത്വാനെ കെട്ടിയിടാണ്, എല്ലാ ശൈത്താന്മാരെയും കെട്ടിയിട്ട ഒരു മാസമാണ് റമളാൻ. ആ റമളാനിൽ സ്വർഗത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നു വെച്ച് നരകത്തിന്റെ വാതിലുകൾ അള്ളാഹു അടച്ച ഒരു മാസമാണ്. ആ മാസത്തിൽ നമ്മൾ നന്നാകുന്നില്ല എങ്കിലേ പിന്നെ എപ്പോഴാണ് നമ്മൾ നന്നാവുക? അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്.
നമ്മുടെ ഹൃദയം നീ നന്നാക്കി തരണേ അല്ലാഹ്. എല്ലാ ഖൈറാത്തിനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് ജനിക്കുന്നത് നുബുവത്തിന്റെ 5 വർഷം മുമ്പ് കഅബ പുതുക്കി പണിയുന്ന ദിനങ്ങളിലായിരുന്നു മഹദിയുടെ ജനനം. വകാനത്ത് ഫാത്തിമ അഹബ്ബു അഹ്ലിഹി ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹദിയായിരുന്നു ഫാത്തിമ ബീവി. കുടുംബത്തിലെ മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മഹദിയോടായിരുന്നു. وإذا أراد سفرا يكون آخر عهده بها. അതേ അള്ളാന്റെ റസൂല് വല്ല യാത്രക്കും വേണ്ടി ഒരുങ്ങിയാൽ മഹദിയുടെ സമീപത്ത് നിന്നാണ് പുറപ്പെടാറുള്ളത്. യാത്ര കഴിഞ്ഞു വന്നാലും ആദ്യം അള്ളാഹുവിന്റെ റസൂല് എത്തുക ഫാത്തിമ ബീവിയുടെ സമീപത്തേക്കായിരുന്നു. ഫാത്തിമത്തു തംശീമാ തുഖ്തിയു മിശിയതുഹാ മിൻ മിശിയത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈആ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ നടത്തം മുത്തു റസൂലുള്ളാഹിന്റെ നടത്തം പോലെയുള്ള നടത്തമായിരുന്നു. ഒരു അണു അളവ് പോലും മാറ്റമുണ്ടായിരുന്നില്ല. മാ തുഖ്തിയു മിശിയതുഹാ മിൻ മിശിയത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈആ. ചെറിയ അണു അളവ് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ നടത്തവുമായി ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ നടത്തത്തിന് മാറ്റമുണ്ടായിരുന്നില്ല. ഫാത്തിമ ബിളഅത്തും മിന്നി ഫമൻ അഗ്ളബഹാ അഗ്ളബനി. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ആരെങ്കിലും അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരെന്നെയാണ് ദേഷ്യം പിടിപ്പിക്കുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് കല്യാണം കഴിക്കുമ്പോ 15 വയസ്സായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന് 21 വയസ്സും 5 മാസവുമായിരുന്നു പ്രായം. 21 സന و5 أشهر. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 21 വയസ്സ്, ഫാത്തിമ ബീവിക്ക് 15 വയസ്സ്. കല്യാണത്തിന്റെ ശരിയായ പ്രായമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയില് പഴയ കാലങ്ങളിലൊക്കെ ചെറിയ പ്രായങ്ങളിലൊക്കെ കല്യാണം കഴിഞ്ഞ എത്ര ആളുണ്ട്? നമ്മുടെ മദനീയ പരിപാടിയിൽ പങ്കെടുക്കുന്നവരിൽ 11 വയസ്സിൽ കല്യാണം കഴിഞ്ഞവരുണ്ടാവും. വയസ്സായ ഉമ്മമാരോട് ചോദിച്ചു നോക്ക്, എത്ര വയസ്സായിരുന്നു കല്യാണം കഴിക്കുമ്പോ? 11 വയസ്സ്, 13 വയസ്സ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ എത്രയോ ഉമ്മമാരുണ്ടാവും. നമ്മളെ മദനീയ പരിപാടി കേൾക്കുന്നവരിൽ തന്നെ ഉണ്ടാവും. അല്ലാ എന്താണ് നൽകിയ സമ്മാനം? എന്താണ്? ഫാത്തിമ ബീവി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ സവ്വജഹു ഫാത്തിമ ബഅസ മഅഹു ബിഖമീലത്തിൻ വവിസാദത്തിൻ മിൻ ആദമിൻ ഹശ്വുഹാ ലീഫ് വറഹീനിൻ വസിഖായിൻ വജറതൈൻ വറഹീനി വസിഖായിൻ വജറതൈൻ. എന്താണ് കൊടുത്ത സമ്മാനം? എന്താണ്? നല്ല സമ്മാനം. ഒരു രോമത്തിന്റെ വസ്ത്രമായിരുന്നു. രോമങ്ങളെ കൊണ്ടുള്ള ഒരു വസ്ത്രം. അതുപോലെ തന്നെ പനനാര് നിറച്ച ഒരു തലയിണയായിരുന്നു. പനനാര് എന്ന് പറഞ്ഞാൽ
ഈത്തപ്പനയുടെ നാര്, ആ നാര്, പനന്റെ നാര്, ആ നാരുകൾ നിറച്ച ഒരു തലയിണ. 300 പവനല്ല, 100 പവനല്ല, 50 പവനല്ല, പവനുകൾ കൊണ്ട് മത്സരിക്കുന്നവരല്ലേ എത്രയോ ആളുകള്. കൊടുക്കണ്ടെന്ന് പറയണില്ല, കൊടുക്കുമ്പോ തന്നെ അപ്പുറത്തെ വീട്ടുകാരെയും ഒന്ന് പരിഗണിച്ചാ മതി. അങ്ങനെ ഉണ്ടാവും, അവർക്കൊരു ആഗ്രഹം ഉണ്ടാവൂലേ? കല്യാണം എന്ന് പറയുന്ന ഒരു സ്വപ്നവുമായി കഴിയുന്ന എത്ര ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ആഗ്രഹം വെച്ച് കഴിയുമ്പോ ഇപ്പുറത്ത് 100 പവൻ കൊടുത്ത് കല്യാണം നടക്കുമ്പോ അപ്പുറത്ത് ഒരു 5 പവൻ അപ്പുറത്ത് കൊടുക്കുക. അവരും കഴിക്കട്ടെ കല്യാണം. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായാൽ അൽഹംദുലില്ലാ, നല്ലതാണ്. അതല്ലാതെ ഉള്ളതൊക്കെ ഇങ്ങനെ ദൂർത്തടിക്കാനുള്ളതല്ലല്ലോ. ഏതായിരുന്നാലും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ കൊടുക്കുമ്പോ ഒരു പനനാര് നിറച്ച ഒരു തലയണ, അതുപോലെ തന്നെ വറൈഹൈനി വിസ്ഖാ വസിഖായി വജറതൈനി, അതുപോലെ തന്നെ ഒരു 2 ആട്ടുകല്ലുകളാണ്, ഒരു തോലിന്റെ പാത്രമാണ്, 2 കൂജയാണ്. ഇതാണ് അള്ളാന്റെ റസൂല് മകളായ ഫാത്തിമ ബീബിക്ക് കൊടുത്ത സമ്മാനം. ഒരു രോമത്തിന്റെ വസ്ത്രം, പനനാര് നിറച്ച ഒരു തലയിണ, 2 ആട്ടിന്റെ കല്ലുകൾ, ആട്ടുകല്ലുകൾ, ഒരു തോലിന്റെ പാത്രം, ഒരു തോലിന്റെ ഒരു പാത്രം, 2 കൂജ. ഇതായിരുന്നു കൊടുത്ത സമ്മാനം. ഇമാം മുസ്നദ് റളിയല്ലാഹു അൻഹു അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം അലിയാർ തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, ഫഖാല അലിയുൻ ലി ഫാത്തിമ ذات يومين, ഓ ഫാത്തിമ, വല്ലാഹി ലഖദ് സനൗതു ഹത്താ ലഖദ് ഇസ്തഖൈതു സദ്രി. അല്ലയോ ഫാത്തിമ, ഞാൻ വെള്ളം കോരിയിട്ട് നെഞ്ച് വേദനിക്കുന്നുണ്ട് ഫാത്തിമ, എന്റെ നെഞ്ഞ് വേദനിക്കുകയാണ്. വഖദ് ജാ അല്ലാഹു വബാകി ബിസബി ഫദ്ഹബി ഫസ്തഖ്ദിമീഹി. അതുകൊണ്ട് മോളെ ഫാത്തിമ, നീ നിന്റെ ഉപ്പയോട് പോയി പറയണം, അഥവാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളോട് പോയി പറയണം. എന്താണ് പറയേണ്ടത്? ഉപ്പാക്കൊരു തടവുകാരനെ കിട്ടിയിട്ടുണ്ടല്ലോ, യുദ്ധത്തടവുകാരനായി അള്ളാഹു ഉപ്പാക്കൊരാള് നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ ആളെ സേവനത്തിന് തരുമോ എന്ന് ഉപ്പയോട് ചോദിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്. വല്ലാഹി വല്ലാഹി ഖദ് തഹൻതു ഹത്താ മജല്ലത്ത് യദായ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ധാന്യങ്ങൾ പൊടിച്ചിട്ട് എന്റെ കയ്യിലും പൊള്ള വന്നിട്ടുണ്ട് അലിയാര് തങ്ങളെ. ഇപ്പൊ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേദന പറയാണ്. അലിയാര് തങ്ങൾ പറയാണ്, വെള്ളം കോരിയിട്ട് എന്റെ നെഞ്ച് വേദനിക്കുന്നു. നമുക്കിന്ന് അങ്ങനെ ഒരു പ്രയാസങ്ങളില്ലല്ലോ. സ്വിച്ചിട്ടാൽ വെള്ളം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. അല്ലേ അല്ലേ? ഒരു പ്രയാസമില്ല. അല്ല, വെള്ളം സ്വിച്ചിട്ടാ മതി, നമ്മുടെ വീട്ടിലെ എവിടേക്കും എത്തിച്ചേരുകയാണ്. പഴയ കാലങ്ങളിൽ അങ്ങനെയല്ലല്ലോ. അവര് വെള്ളം കോരുകയാണ്, കോരിക്കോരി നെഞ്ച് വേദനിക്കുന്നു ഫാത്തിമ. ഫാത്തിമ ബീവി പറഞ്ഞു, ധാന്യങ്ങൾ പൊടിച്ചിട്ട് കുത്തണം. വലിയ ഒരലെടുത്തിട്ട് അതില് ഇങ്ങനെ ഇടിക്കണം.
ഇടിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് എത്രയാ ഇടിക്കേണ്ടി വരിക. ഇന്നിപ്പോ അമ്മയിലെ നമുക്ക് ഇതിനൊന്നൊരു പ്രയാസം നമുക്ക് ഇന്നില്ലല്ലോ. എന്നിട്ടും നമ്മുടെ ഇബാദത്തുകൾ കുറഞ്ഞു പോവാണ്. നമ്മള് സ്വന്തം ഹാസിബു ഖബ്ല അൻ തുഹാസബു, നമ്മളിതൊക്കെ പറയണത് നമ്മൾ സ്വന്തം നമ്മളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കാനാണ്. ഈ പറയുന്ന ഞാനും എന്നിലേക്കൊന്ന് ചേർത്ത് നോക്കണം, നിങ്ങളിലേക്ക് ചേർത്ത് നോക്കണം. നമുക്കിതിനൊന്നൊരു പ്രയാസമില്ല. ഇടിക്കണമായിരുന്നോ? അമ്മിയിലിട്ട്, വലിയ അമ്മിക്കല്ലിലിട്ട് ഇടിച്ചുകൊണ്ടാണ് അവര് ധാന്യങ്ങൾ പൊടിയാക്കി മാറ്റിയിരുന്നത്. അങ്ങനെയുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ യാ റബ്ബ് യാ റബ്ബ്. അതിന്റെ ഇടയിൽ ഒരു ദുആ നടക്കേണ്ടതുണ്ട്. എന്റെ നാട്ടുകാരനും എന്റെ വാഹനത്തിന്റെ ഡ്രൈവറുമായ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ, അവരുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവ്, നമ്മുടെ പാറപ്പള്ളി മഖാമിൽ വർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, നല്ല നിസ്വാർത്ഥമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന, കണക്കുകളൊക്കെ വളരെ കൃത്യമായി എഴുതി വെക്കുകയും അതിനൊക്കെ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സമയത്തിന്റെ അപ്പുറത്ത് ഡ്യൂട്ടി എടുക്കുകയും ചെയ്തിരുന്ന പ്രിയപ്പെട്ട കണ്ടക്ടർ മുഹമ്മദ് കുഞ്ഞിച്ച എന്ന് പറയുന്ന, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന, എല്ലാവരോടും നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുകയും നല്ല തമാശകളൊക്കെ പറയുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അദ്ദേഹം ഇന്നത്തെ ദിവസം നാഥനായ റബ്ബിന്റെ അടുക്കലേക്ക് യാത്രയായി, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അള്ളാഹുവേ, അദ്ദേഹത്തിനേക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, മാപ്പ് ചെയ്യണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ഖബർ നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. എല്ലാ സന്തോഷങ്ങളും അദ്ദേഹത്തിന്റെ ഖബറിൽ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാരാനന്തരം മയ്യത്ത് നിസ്കാരവും ഖബറടക്കവും ഒക്കെ നടക്കുമ്പോൾ, ഇന്നത്തെ രാവ് തിങ്കളാഴ്ച രാവാണ്. അല്ലാഹുവേ, വിശുദ്ധ റമളാനാണ്. റമളാനിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും ചെയ്ത പുണ്യമേറിയ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിനേക്ക് നീ സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ. അല്ലാഹുവേ, കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ അല്ലാ. എല്ലാ അനുഗ്രഹങ്ങളും നീ കുടുംബത്തിന് ചൊരിയണേ റബ്ബേ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഞാൻ പറയുന്നത് സയ്യിദ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹ, ആ പ്രിയപ്പെട്ട ഉമ്മ അലിയാർ തങ്ങളോട് പറയാണ്, ഞാനിങ്ങനെ കൈകൊണ്ട് ധാന്യങ്ങൾ പൊടിച്ചിട്ട് എൻ്റെ കൈ പൊള്ളയായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ കാര്യത്തിലും ഒന്ന് ഉപ്പയോട് പറയണേ. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ രണ്ട് വിഷയങ്ങളുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെല്ലുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ, വല്ലാഹി ലഖദ് സനഉതു അത്തസ്തഖൈതു സദ്രി വഖാലത് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് അതേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിഷയം പറയുകയാണ്. എന്താണ് മോളെ വന്നത്? എന്താണ് വരാനുള്ള കാരണം? എന്താണ്? അപ്പ പറഞ്ഞു, ഭർത്താവായ അലിയാര് തങ്ങളെ, അലിയാര് തങ്ങളെ, അവിടുന്ന് അങ്ങയോട് സലാം ചൊല്ലാൻ വേണ്ടി വന്നതാണ് നബിയേ.
അവിടത്തോട് സലാം പറയാൻ വേണ്ടി വന്നതാണ്. ലിഉസല്ലിമ അലൈക ഖാലത് ജിഅ്തു ലിഉസല്ലിമ അലൈക. നബിയെ, ഞാൻ അങ്ങയോട് സലാം പറയാൻ വേണ്ടി വന്നതാണ്. പ്രിയപ്പെട്ട ബാപ്പാ, സുബ്ഹാനല്ലാഹ്, മാ ജാഅ ബിക്കി ഐന ഐ ബുനയ്യ. എന്തിനാണ് മോളെ വന്നത്? ഞാൻ അവിടത്തോട് സലാം പറയാൻ വേണ്ടി വന്നതാണ്. ഫാത്തിമ ബീവി അത് പറയാൻ വേണ്ടി പോയതാണ്. അലിയാര് തങ്ങളെ വിഷമം, അവിടുത്തെ കയ്യിന്റെ വിഷമൊക്കെ പറയാൻ വേണ്ടി പോയതാണ്. പറയാൻ വേണ്ടി നാണിച്ചു പോയി, നാണം കുടുങ്ങിപ്പോയി, പറയാൻ മനസ്സ് വന്നില്ല, തിരിച്ചു പോരുകയാണ്. ബാപ്പയോടൊരു കാര്യം പറയാൻ പോയിട്ട് അത് പറയാണ്ട് തിരിച്ചു വരികയാണ്. സുബ്ഹാനല്ലാഹ്. വീണ്ടും അതാ വല്ലതേ മഹദിയായ ആയിഷ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അലിയാര് തങ്ങൾ പിറ്റേ ദിവസവും പറയുകയാണ്, പിറ്റേ ദിവസവും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മുത്തു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്തായാലും ബാപ്പയോട് പറയണം, എന്തായാലും പറയണം. അലിയാര് തങ്ങളെയും കൂട്ടിയിട്ട് പോയി. കാരണം ഫാത്തിമ ബീവിക്ക് പറയാനുള്ള നാണം കൊണ്ട് അലിയാര് തങ്ങളെയും കൂട്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫഖാല അലിയുൻ യാ റസൂലല്ലാഹ്, അല്ലയോ പൊന്നാര നബിയേ, വഖല്ലാഹി ലഖദ് സനഅതു അത്തഷ്തകൈതു സദരി. അല്ലയോ നബിയേ, വെള്ളം കോരിയിട്ട് നെഞ്ച് വേദനിക്കുന്നു യാ റസൂലല്ലാഹ്. വഖാലത്ത് ഫാത്തിമ ഖദ് തഹന്നത് തഹന്തു അത്താ മജല്ലത്ത് യദായ. വഖദ് ജാഅകല്ലാഹു ബിസബീം വസഅത്തിൻ ഫഅഖ്ദിംനാ. നബിയേ, ഞാനിങ്ങനെ ധാന്യങ്ങൾ ഇങ്ങനെ പൊടിച്ചിട്ട് എന്റെ കൈ വേദനിക്കുന്നു നബിയെ, കൈ പൊള്ളയായിട്ടുണ്ട്. കൈയൊക്കെ ഇങ്ങനെ കുറെ ഇങ്ങനെ ഒരലിങ്ങനെ പിടിച്ചാല് കൈയൊക്കെ ഇങ്ങനെ നല്ലാവൂലേ, കൈയിന്റെ ഉൾഭാഗമൊക്കെ പൊള്ളയായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ, അവിടുത്തെ അടിമയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ലയോ നബിയേ? ഒരു യുദ്ധത്തടവുകാരനെ കിട്ടിയിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് തന്നുകൂടെ നബിയേ? അതാണ് അവർ ചോദിക്കണത്. സുബ്ഹാനല്ലാഹ്. ആരായി ചോദിക്കണത്? അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ ബിൽഅത്തും മിന്നി. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. എന്തെങ്കിലും വകുപ്പ് ആ വിഷയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉടനെ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അത്രയും അല്ലാഹുവിന്റെ റസൂലിനെ ഏറെ ഇഷ്ടപ്പെട്ട്, ഫാത്തിമ ബീവിയെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവരെന്നെ വേദനിപ്പിച്ചവരാണെന്ന് പറഞ്ഞ അതേ ബാപ്പയായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, അല്ലയോ ഫാത്തിമ, അല്ലയോ ആയിഷ, അല്ലയോ അലിയാര് തങ്ങളെ, ഒരിക്കലും അത് നിങ്ങൾക്ക് തരാൻ പറ്റുകയില്ലല്ലോ. ഒരിക്കലും നിങ്ങൾക്ക് അത് തരാൻ പറ്റില്ല. കാരണം അത് എന്റെ സ്വത്തല്ല, അത് അള്ളാഹുവിന്റെ ദീനിന്റെ സ്വത്താണ്. അതാണ് മൽഹാസിൽ. നിങ്ങൾക്ക് ഒരിക്കലും ഇത് തരാൻ പറ്റുകയില്ല. കാരണം അത് എന്റേതല്ല. അത് യുദ്ധത്തടവുകാരനായ ഒരാളെ പിടിക്കപ്പെട്ടാൽ
ഒരു അടിമയെ പിടിച്ചു കഴിഞ്ഞാൽ അത് ദീനിന്റെ സ്വത്താണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് തരാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അവരെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, എൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കൂ. ഇവിടെ ഈ മദീന പള്ളിയിൽ ഒരുപാട് ആളുകളുണ്ട്, അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന ആളുകൾ. ആ ദീന് പഠിക്കുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കിട്ടിയതാണ് ആ യുദ്ധത്തിന്റെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് മദീനയിൽ ഇൽമു പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അവര് പട്ടിണിയിലാണ്, അവര് പരിവത്തിലാണ്, അവര് വിഷമത്തിലാണ്. അവർക്ക് നൽകാൻ ഞാൻ ഒന്നും കാണുന്നില്ല, കൊണ്ട് തരാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വിഷയം കേട്ടപ്പോ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നിട്ട് ഒരു വിരിപ്പിന്റെ ഉള്ളിൽ അവർ രണ്ടുപേരും കിടക്കുകയാണ്. എങ്ങനെയുള്ള വിരിപ്പാണെന്നറിയുമോ? കാല് മൂടിയാൽ തലമറിയുകയില്ല, തലമൂടിയാൽ കാല് മറിയുകയില്ല. അങ്ങനെയുള്ള ഒരു വിരിപ്പ്. സുബ്ഹാനല്ലാഹ്. ഇദാ ഗത്തത് റൂസഹുമാ തകശഫത് അഖ്ദാമുഹാ വഇദാ ഖതായ അഖ്ദാമഹുമാ തകശഫത് റൂസുഹുമാ. കാല് മറഞ്ഞാൽ തലമറിയുകയില്ല, തലമറച്ചാൽ കാല് മറിയുകയില്ല. അങ്ങനെയുള്ളൊരു പുതപ്പ്. എന്തായിരിക്കില്ല ആ പുതപ്പിന്റെ അവസ്ഥ? അതേ ഉള്ളൂ, വേറെ സൗകര്യമുള്ള വേറൊന്നുമില്ല. ആകെ ധരിക്കാൻ അതേ കിടക്കുമ്പോ രണ്ടുപേർക്കുമുള്ള പുതക്കാൻ ഒരു പുതപ്പാണ്. ആ പുതപ്പാണെങ്കിൽ തലമറക്കുമ്പോ കാല് മൂടുന്നില്ല, കാല് മറക്കുമ്പോ തല മൂടുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവര് അവരുടെ വീടുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങള് അവരോട് വീണ്ടും വരാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് വന്നിട്ട് അവിടെ തന്നെ കിടക്കാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ തന്നെ കിടന്നോളി. നിങ്ങൾക്കൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വരികയാണ്, മകളുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ചോദിച്ച ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങളെ ചോദിച്ചത് ഒരു അടിമയായ ഒരാളെ ജോലിക്ക് വിട്ടുതരുമോ എന്നാണല്ലോ. എന്നാൽ അതിനേക്കാളും ഉത്തമമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനേക്കാളും ഖൈറായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഏതാണ് ആ കാര്യം? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നിങ്ങൾ 10 വീതം പറയണം, തസ്ബീഹും ഹംദും തക്ബീറും ചൊല്ലുക. സുബ്ഹാനല്ലാഹ്. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും തസ്ബീഹാനി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 10. അത് വേറൊരു അഭിപ്രായത്തിൽ 33 എന്ന് നമ്മൾ അറിഞ്ഞ. 33 ചൊല്ലിയാൽ ആ 10 പെടും. ഇനി 10 വേറെ തന്നെ ചെല്ലേണ്ട ആവശ്യമില്ല. തസ്ബഹാനി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 10 വതഹ്മദാനി 10 വതുകബ്ബിറാനി 10. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 10 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 10 പ്രാവശ്യം അല്ലാഹു അക്ബർ. അപ്പൊ ഇത് വേറൊരു ഹദീസിൽ 33 ചെല്ലാൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ 33 ചെല്ലിയാൽ അതിൽ ഈ 10 അതിൽപ്പെട്ട് ഇനി വേറെ തന്നെ ഒരു 10 ചെല്ലേണ്ട ആവശ്യമില്ല.
അങ്ങനെ ചൊല്ലണം. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചെല്ലുന്നുണ്ടല്ലോ, അതിൽ ഈ 10 അതിൽപ്പെട്ട് എന്ന് കരുതിയാൽ മതി. ഇനി അത് വേറെ തന്നെ ചെല്ലേണ്ട ആവശ്യമില്ല. രണ്ട് ഹദീസുകള് ജമഅ ചെയ്ത് മഹാന്മാർ അങ്ങനെ അഭിപ്രായങ്ങൾ പറയും, ഫുഖഹാക്കൾ അങ്ങനെ അഭിപ്രായം പറയും. അതുകൊണ്ട് തന്നെ 10 പ്രാവശ്യം അള്ളാഹിന്റെ റസൂൽ ചെല്ലാൻ അങ്ങനെ പറഞ്ഞതാണ്. പിന്നീട് വേറൊരു സമയത്ത് അള്ളാഹിന്റെ റസൂൽ നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞതുകൊണ്ട് ഈ 10 അതിൽ കൂടി. ഇനി അത് 10ഉം 33 ആക്കി 43 ചെല്ലേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അങ്ങനെ 10 പ്രാവശ്യം ചെല്ലതുവാ 33 ചെല്ലുന്നുണ്ടല്ലോ, ആ 10 പ്രാവശ്യം അങ്ങനെ ചെല്ലിയാൽ وَإِذَا آوَيْتُمَا إِلَى فِرَاشِكُمَا فَسَبِّحَا ثَلَاثًا وَثَلَاثِينَ. നിങ്ങൾ കിടക്കാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ അവിടെ ഇങ്ങനെ മൊബൈൽ നോക്കി സമയം കളയല്ല. ഇനി അത്യാവശ്യം നോക്കാനുണ്ടാവും, നോക്കണ്ട എന്നല്ല, അത്യാവശ്യം നോക്കേണ്ടതുണ്ടാവും. സാഹചര്യങ്ങൾ അങ്ങനെയാണ്. എനിക്കൊക്കെ എത്രയോ മെസ്സേജുകൾ നോക്കാനുണ്ടാവും. അങ്ങനെയാണ് നോക്കുന്ന സമയത്തും അവസാനം കിടത്തത്തിലേക്ക് ചെല്ലുമ്പോ, ഉറങ്ങാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ ഉറക്കിലേക്ക് ചെല്ലുമ്പോ നേരത്തെ തന്നെ ചൊല്ലി വെച്ചിട്ട് പിന്നെ കുറെ മൊബൈൽ നോക്കിയിട്ട് പിന്നെ അങ്ങനല്ല, ഉറക്കിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോ ഇതങ്ങ് ചൊല്ലിയിട്ട് അങ്ങ് ഉറക്കിലേക്ക് പ്രവേശിക്കുക. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് വഹ്മദാ സലാസൻ വസലാസീൻ. അതേ 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് വകബ്ബിറാ അർബഅൻ വസലാസീൻ. അത് 34 പ്രാവശ്യം. അവിടെ അങ്ങനെയാണ്. നിസ്കാരത്തിലെല്ലാം 33 ആണ്. നിസ്കാരത്തിന്റെ ശേഷം എല്ലാം 33 ആണ്. ഇവിടെ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പോയി അവസാനം ഉറങ്ങാൻ വേണ്ടി തീരുമാനിക്കുമ്പോ 33ഉം 33ഉം 34ഉം അപ്പൊ 100ആയി. അങ്ങനെ ചൊല്ലണം. എല്ലാ പ്രശ്നത്തിനും ആരായി പരിഹാരം പറഞ്ഞു തന്നത്? ആരാണ്? ഫവല്ലാഹി മാ തരിക്തുന്ന മുൻദു അല്ലമനീഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഇത് എനിക്ക് ആരാ പറഞ്ഞു തന്നത്? ഇതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം അതേ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതെനിക്ക് പറഞ്ഞു തന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നിങ്ങൾ അതിന്റെ ഒരു വരവ് നോക്കൂ മുഅ്മിനീങ്ങളെ. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. പ്രയാസങ്ങൾ ധാരാളം ഉണ്ടാവും, പക്ഷെ നമ്മൾ പരിഹാരം കണ്ടെത്തുന്നില്ല. പരിഹാരം അള്ളാന്റെ റസൂല് പറഞ്ഞ പരിഹാരം തന്നെ ഉണ്ട്. എല്ലാത്തിനും പരിഹാരം മുത്തു റസൂലുള്ള പറഞ്ഞ പരിഹാരമുണ്ട്. അത് ഉറപ്പാണ്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് എനിക്കിത് പറഞ്ഞു തന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിമാനത്തോടെ പറയുന്നത്. ഇതെനിക്ക് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇത് പഠിപ്പിച്ചത് തന്നത് മുതൽ ഇന്ന് വരേക്കും ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ തരിക്തുഹുന്ന മുൻദു അല്ലമനീഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഇതെനിക്ക് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നത് മുതൽ ഇത് ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അല്ലാഹ്. അപ്പൊ ഒരാള് ചോദിക്കുകയാണ് ഫാത്തിമ ബീവിയോട്, അല്ലയോ ഫാത്തിമ, അതേ സഫീൻ വലാ ലൈലത്തി സഫീൻ, സഫീൻ യുദ്ധത്തിലും ഇത് ഉപേക്ഷിച്ചിട്ടില്ലയോ ഫാത്തിമ? അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇല്ല, ഒരിക്കലുമില്ല. ഒരു ലൈലത്തിലും ഒരു യുദ്ധത്തിന്റെ വേളയിലും ഒരു ഘട്ടത്തിലും സിഫീൻ യുദ്ധത്തിന്റെ രാത്രിയിലും ഞാൻ ഇത് ഒഴിവാക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇത് വലിയൊരു യുദ്ധമായിരുന്നു, വലിയ പ്രയാസങ്ങളുള്ള യുദ്ധമായിരുന്നു. ആ സമയത്ത് പോലും, അത്രയും പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ഘട്ടത്തിൽ പോലും
ഒരൊറ്റ ഒരു രാത്രിയിലും ഞാനിത് ഒഴിവാക്കിയിട്ടില്ല. ആർക്ക് പറയാൻ കഴിയും? നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാ രാത്രിയിലും ഞാൻ കിടന്നുറങ്ങുമ്പോ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് ഞാൻ ചൊല്ലാതെ ഒരു രാത്രിയിലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് സമ്മാനം കൊടുക്കണം. ഉള്ളവരുണ്ടാവാം, ഇല്ല എന്നല്ല. നല്ല നല്ല ഉമ്മമാരുണ്ട്, നല്ല നല്ല സഹോദരിമാരുണ്ട്. അവരെല്ലാ ദിവസവും അവരുടെ ഔറാദുകൾ കൃത്യമായി കൊണ്ടു നടക്കുന്നവരാണ്. ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പഠിപ്പിച്ചത് ഫാത്തിമ ബീവിക്ക് വേണ്ടി മാത്രം ചെയ്യാനല്ല. ഇത് ഫാത്തിമ ബീവിയെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കുമുള്ള ഒരു മരുന്നാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമുള്ള ഒരു കാമിലായ പരിഹാരം അള്ളാഹു നമുക്ക് നിർദ്ദേശിച്ചു തരികയാണ്. അള്ളാഹു നമുക്ക് തരികയാണ്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ അത്രയും വളരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞത്, ഇതെനിക്ക് പഠിപ്പിച്ചു തന്നത് ജിബ്രീലാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ച ആ ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക. ഈ ക്ലാസ് കേട്ടത് മുതൽ എല്ലാ ദിവസവും ഞാൻ ഇനി അത് ചെയ്യും എന്ന ഒരു തീരുമാനം നമ്മിലെത്തുക. ഒരൊറ്റ ദിവസം പോലും ഒഴിവാക്കാതെ നമ്മളത് ചെയ്താൽ പിന്നീട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പിന്നീട് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായി. പിന്നീട് പ്രയാസങ്ങൾ നീങ്ങി, കയ്യിന്റെ ആ പ്രയാസങ്ങൾ നീങ്ങി, എല്ലാം അള്ളാഹു റാഹത്താക്കി കൊടുത്തു. അപ്പൊ നമ്മൾക്കും അള്ളാഹു നൽകുന്ന ഒരു 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 വഴിയാണ്. അതുകൊണ്ട് അത് ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അങ്ങനെയുള്ള ഭർത്താവിനെ അറിവ് പകരുന്ന ഭാര്യയായിരുന്നു ബീവി ഫാത്തിമ. 5 സന്താനങ്ങളാണ്. ഒന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 5 മക്കളുണ്ട്. ഒന്ന് ഹസൻ, ഒന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അവരുടെ ചരിത്രം ഒന്ന് പറയണമെന്നൊക്കെ ഇന്നലെ ഒരാൾ പറയുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് അവരൊക്കെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നമ്മള് നാളെ മുതൽ ബദരീങ്ങളുടെ ചരിത്രം ആരംഭിക്കുകയാണല്ലോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നാളെ മുതൽ ബദർ ചരിത്ര അവതരണവും ബദരീങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. നേരത്തെ മദീനത്ത് നിന്ന് തുടങ്ങിയതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അത് കണ്ടിന്യൂ ചെയ്ത് നമുക്കെല്ലാ മഹാന്മാരായ ബദറിൽ പങ്കെടുത്ത 313 സ്വഹാബ, അവരുടെ അഭിപ്രായ പ്രകാരം 313 ആണ്. വേറൊരു അഭിപ്രായ പ്രകാരം 365 ഏതായിരുന്നാലും ആ സ്വഹാബത്തിനെ മുഴുവനും നമ്മൾ ഒരു ഹ്രസ്വമായി നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതുകൊണ്ട് ആ യാത്രയിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകണം. ഇനിയുള്ള ഒരു വർഷക്കാലം എന്ന് പറയുന്നത് ആ മഹാന്മാരായ സ്വഹാബത്തിനെ ഓരോരുത്തരെയായി നമ്മൾ പഠിക്കുകയാണ്. അവരുടെ ഓരോരുത്തരുടെയും പേരിലാണ് ഇനി ഓരോ ദിവസവും മദനിയം സദസ്സ് ഉണ്ടാവുക. അപ്പൊ അവരുടെ പ്രത്യേകമായൊരു മദതും ഒരു സഹായവും ഒരു പൊരുത്തവും കിട്ടാൻ അത് കാരണമാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 5 മക്കളാണ്. അതിലൊന്ന് ഹസൈൻ, ഒന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഒന്ന് മുഹ്സിൻ റളിയല്ലാഹു അൻഹു. വേറൊരു മകളുടെ പേരാണ് ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ. മക്കളുണ്ടായപ്പോ ആ മക്കൾക്ക് പേരിട്ടത് മൂത്തമ്മാന്റെ അല്ലെ, സിസ്റ്ററുടെ പേരാണ്. ഫാത്തിമ ബീവിയുടെ 2 സിസ്റ്റർമാരായിരുന്നു, സഹോദരിമാരായിരുന്നു. ഒന്ന് ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, ഒന്ന് സൈനബ ബീബി റളിയല്ലാഹു അൻഹ. ആ 2 സഹോദരിമാരുടെ പേര് തന്നെ സ്വന്തം മക്കൾക്ക് ഫാത്തിമ ബീവി വിളിക്കുകയാണ്. ഒന്ന് ഉമ്മു കുൽസും, ഒന്ന് സൈനബ്. ഇങ്ങനെ 5 മക്കളുണ്ടായിരുന്നു. ഇവരിലെ മുഹ്സിൻ എന്ന് പറയുന്ന മോന് ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു.
അല്ലാഹുവേ അവരൊക്കെ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഭർത്താവിന് അറിവ് പകരുന്ന ഭാര്യയായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. മാ ഖൈറുൽ നിസാഇ ഫലം നദ്രി മാ നഖൂലു ഫസാറ അലിയുൻ ഇലാ ഫാത്തിമ ഫഅഖ്ബറഹാ ബിദാലിക. ഒരിക്കല് അള്ളാന്റെ റസൂല് ചോദിച്ചു, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഏറ്റവും സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായത് എന്താണ്? ചോദ്യം മുത്തു റസൂലുള്ളാഹിന്റെതാണ്. മാ ഖൈറുൽ നിസാ, സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായത് എന്താണ്? ഒരു സ്ത്രീ ചിന്തിക്കേണ്ട കാര്യമാണ്, ഒരു സ്ത്രീ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു സ്ത്രീക്ക് ഏറ്റവും ഖൈറായത് എന്താണ്? ഫലം നദ്രി മാ നഖൂലു ഫസാറ അലിയുൻ ഇലാ ഫാത്തിമ ഫഅഖ്ബറഹാ ബിദാലിക. അലിയാര് തങ്ങൾ മറുപടി പറഞ്ഞില്ല. സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായത് എന്താണ് എന്നാണ് മുത്തുനബിയുടെ ചോദ്യം. പുരുഷന്മാർക്കല്ല, സ്ത്രീകൾക്ക്, പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഖൈറായത് എന്താണ്? ആരാണ് ചോദിക്കണത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാര് തങ്ങൾ മറുപടി പറഞ്ഞില്ല, നേരെ ഫാത്തിമ ബീവിന്റെ അടുക്കലേക്ക് വന്നു. ഫാത്തിമ ബീവി അതിലൊക്കെ വളരെ അഗ്രഗണ്യയാണ്, നല്ല അറിവുള്ള മഹദിയാണ്. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിന്റെ അടുക്കൽ വന്ന് വിഷയം പറഞ്ഞു, ഇങ്ങനെ ഒരു ചോദ്യം അള്ളാഹിന്റെ റസൂല് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് മറുപടി പറഞ്ഞു? ഞാൻ മറുപടി പറഞ്ഞില്ല, എനിക്കറിയില്ല, ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഫഖാലത്ത് ഫഅലാ ഖുൽതു ലഹു. അല്ലയോ അലിയാര് തങ്ങളെ, നിങ്ങൾക്ക് ആ ചോദ്യം വരുമ്പോ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഫഅലാ ഖുൽതു ലഹു, നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഖൈറുൽ ലഹുന്ന അല്ലാ യറൈന റിജാല വലാ യറൗനഹുന്ന. ഒരു സ്ത്രീക്ക് ഏറ്റവും ഖൈറ് എന്താണ് എന്നാണ് ചോദ്യം. അതിന്റെ മറുപടിയായി നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? അല്ലാ യറൈന റിജാല, ഒരൊറ്റ ഒരു പുരുഷനും കാണാതിരിക്കലാണ്. വലാ യറൗനഹുന്ന, ഒരു പുരുഷനെയും അവര് കാണാതിരിക്കലാണ്. സ്ത്രീകൾ അന്യ പുരുഷന്മാരെയും ഒരൊറ്റ അന്യ പുരുഷനും സ്ത്രീകളെയും കാണാതിരിക്കലാണ് അവർക്ക് ഏറ്റവും ഖൈർ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? നോക്കൂ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി. സ്ത്രീകൾ അന്യ പുരുഷന്മാരെയും, സ്ത്രീകൾ അന്യ പുരുഷന്മാരെ കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം ഒരൊറ്റ അന്യ പുരുഷനും സ്ത്രീകളെയും കാണാതിരിക്കലാണ് അവർക്ക് ഏറ്റവും. അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ വേറൊരാള് എന്നെ കണ്ടുപോകണ്ട എന്ന് ആഗ്രഹിക്കലാണ്, എന്ന് ചിന്തിക്കലാണ്, എന്ന് മനസ്സിലാക്കലാണ്, എന്ന് പ്രാവർത്തികമാക്കലാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഖൈർ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ അലിയാര് തങ്ങളെ? അലിയാര് തങ്ങൾ നേരെ പോയി ഫഅഖ്ബറഹു ബിദാലിക. അലിയാര് തങ്ങൾ മുത്തുനബിയോട് ഈ വിഷയം പറഞ്ഞു കൊടുത്തു. നബിയേ, ഇതാണ് മറുപടി.
ഖാല ലഹു മൻ അല്ലമക ഹാദാ, ഇതാരാണ് അലിയാര് തങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അതാണ് റസൂലിനെ അറിയായിട്ടൊന്നുമല്ല. ചോദ്യത്തിന്റെ ഒരു രൂപം അങ്ങനെയാണ്. ഫാത്തിമ, ഇതെനിക്ക് പറഞ്ഞത് ഫാത്തിമയാണ്. ഇപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഇന്നഹാ ബളഅത്തും മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമ എന്റെ കഷ്ണമാണ്. ഫാത്തിമ ബളഅത്തും മിന്നീ, ഫാത്തിമ എന്റെ കഷ്ണമാണ്. ഇത്രയും നല്ല മറുപടിയാണ് എന്റെ മകള് പറഞ്ഞത് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ വളരെ പ്രതിവൃതയായി ആരും എന്നെ കാണണ്ട, എന്നെ അറിയണ്ട. ഇന്നങ്ങനെയല്ലല്ലോ, ബ്ലോഗർമാരുടെ കാലഘട്ടമല്ലേ. എല്ലാവരും എന്നെ കാണട്ടെ, എല്ലാവരും എന്റെ സൗന്ദര്യം ആസ്വദിക്കട്ടെ, അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് പ്രദർശിക്കണം, അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ എനിക്ക് പ്രദർശന വസ്തുവായി മാറണം, അല്ലെങ്കിൽ എന്റെ ബ്ലോഗ് എല്ലാവരും കണ്ട് ആസ്വദിക്കണം, എനിക്ക് എല്ലാവരുടെ മുന്നിലും പ്രത്യക്ഷമാകണം, എല്ലാവരുടെയും മുന്നില് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു സ്ത്രീക്ക് ഏറ്റവും ഖൈറ് അവരാരെ കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കലാണ്, അതിനുവേണ്ടി പണിയെടുക്കലാണ്, അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കലാണ്. പക്ഷേ ഇന്നത് മാറി എല്ലാവരും എന്നെ കാണട്ടെ, എന്നെ അറിയട്ടെ, എന്നെ ഫോളോ ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദുനിയാവ് മാറിപ്പോയി. സയ്യിദത്തു നിസാഇൽ മുഅ്മിനീൻ അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായ ബീവി ഫാത്തിമ. അങ്ങനെയുള്ള ആ മഹദിയെ ഇന്നലെ നമ്മൾ വിശദമായ അവിടുത്തെ വഫാത്തുകളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതിന്റെ ബാക്കി ഭാഗം ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഇന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് ഇന്നലെ വെള്ളിയാഴ്ച രാവിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തില് ബുധനാഴ്ച രാവിലാണ് മഹദി അവറുകൾ വഫാത്തായത് എന്ന് കാണാൻ കഴിയും. 29 വയസ്സായിരുന്നു പ്രായം. ബുധനാഴ്ച രാവിലെ. അപ്പൊ ഏതെങ്കിലും ഒരാള് വെള്ളിയാഴ്ച രാവിലെ മരിക്കൽ നല്ലതാണ്, തിങ്കളാഴ്ച രാവിലെ മരിക്കൽ നല്ലതാണ്. സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത് ചൊവ്വാഴ്ച ദിവസം. അപ്പൊ എന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോ ഓൾറെഡി തിങ്കളാഴ്ച രാവിനും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസത്തിനും വെള്ളിയാഴ്ച ദിവസത്തിനൊക്കെ മഹത്വം വന്നുപോയി. അത് മുത്തു റസൂലുള്ളാഹിന്റെ വഫാത്ത് കൊണ്ട് കിട്ടി, മുത്തു റസൂലുള്ളാഹിന്റെ വർത്തമാനം കൊണ്ട് കിട്ടി. പിന്നെ മറ്റുള്ള ദിവസങ്ങളിൽ ഒരാൾ മരിച്ചാല് അവർക്കും എന്തെങ്കിലും മഹത്വം പറയാൻ വേണ്ടേ? അപ്പൊ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത് ചൊവ്വാഴ്ചയാണ്. അപ്പൊ ആ ചൊവ്വാഴ്ച മരിച്ചാലും അതിനൊരു ഗുണമുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. അതിനുവേണ്ടി അള്ളാഹു ചെയ്യുന്ന ഹിക്മത്തുകളാകാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് ബുധനാഴ്ച രാവിലാണ്. അതുകൊണ്ട് ഒരാള് വെള്ളിയാഴ്ച ദിവസത്തിലല്ലാതെ തിങ്കളാഴ്ച ദിവസത്തിലല്ലാതെ ഒരാൾ മരണപ്പെട്ടാൽ അയാള് മോശമാണ് എന്നതല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അങ്ങനെയാണ് വിധിയുണ്ടായത്. പക്ഷെ എന്നാലും നമ്മൾ ദുആ ചെയ്യേണ്ടത് റബ്ബിനോട് നിങ്ങൾ തിങ്കളാഴ്ച ദിവസം മരിക്കാൻ വേണ്ടി ദുആ ആഗ്രഹിക്കണം എന്നാണല്ലോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ ആഗ്രഹിക്കണം. അങ്ങനെ നമ്മൾ ദുആ ചെയ്യണം, റബ്ബിനോട് ആ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അതല്ലാത്തൊരു ദിവസം മരണപ്പെട്ടാലും ആ മരണം കൊണ്ട് ഒരാൾ മോശമാണ് എന്ന് വിധി എഴുതാൻ കഴിയുകയില്ല. അതിനാണ് ചിലരുടെ മരണമൊക്കെ അങ്ങനെ അള്ളാഹു നമുക്കൊരു പാഠമായി പഠിപ്പിച്ചത്. സ്ത്രീകളുടെ നേതാവ്, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ്, അവര് വഫാത്തായത് ബുധനാഴ്ച രാവിലാണെങ്കിൽ പിന്നെ അതൊരു പ്രയാസമില്ലല്ലോ എന്ന് ചിന്തിക്കാനാണ് അള്ളാഹു അങ്ങനെയുള്ള ഹിക്മത്തുകളൊക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നതെന്ന് വന്നേക്കാം. അതുകൊണ്ട്
നമ്മള് ഏതായിരുന്നാലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാ, നമ്മുടെ ഹൃദയം നീ നന്നാക്കി തരണേ അല്ലാ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. എല്ലാവരും ഈ സമയത്ത് ഫാത്തിമ ബീവിയുടെ മദ്ഹ് പറഞ്ഞ ഈ സമയത്ത് മദീനയിലേക്ക് ചൊല്ലണം എല്ലാവരും. സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി